എന്ത് പറഞ്ഞു? അല്ല അവര് പറഞ്ഞു എന്തോ എന്തിനാ ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ? കുളിച്ചാടാനോ? അടിപൊളി. ഒരു ദിവസം ഭക്ഷണം തരാന്ന് പറഞ്ഞു. വിളിക്കാൻ പറ. നീ ഒന്നും അറിയാം, ഒന്നും അറിയല്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അല്ല, അതെ, ഇവനെ കണ്ടുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇതൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ല. ഇത് എന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള എന്റെ പേഴ്സണൽ ഒരു ഫംഗ്ഷൻ ആണെന്നുള്ളത് മാത്രമാണ്. പക്ഷെ എന്താ ഇതിന് പറയാ, എന്റെ അതായത് ഫോട്ടോഷൂട്ടോ എന്റെ റീൽ ഷൂട്ടോ ആഡ് ഷൂട്ടോ ഒന്നുമല്ല. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ 70ാം പിറന്നാൾ സപ്തതി ആഘോഷമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ ആർക്കൊക്കെ പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് മേക്കപ്പ് ചെയ്യണമല്ലോ. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫോട്ടോയിൽ വരാനുള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോ മേക്കപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥാനായകൻ എത്തിയിട്ടില്ല, ആള് വീട്ടിൽ നിന്ന് പതുക്കെ പുറപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനുള്ളതാണ്. ഞങ്ങൾ നേരത്തെ എത്തി. ഞാനും കുഞ്ചുവും അമ്മയും പ്രീച്ചിറ്റമ്മയും ഒക്കെ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ആലുവയില് ഒരു റിസോർട്ട് ഉണ്ട്, നദിയോരം എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഇന്ന് നടക്കാൻ പോകുന്നത്. ഈവനിങ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോ അച്ഛന്റെ 70ാം പിറന്നാൾ സപ്തതി ആഘോഷം ഒരു എന്താ പറയാ, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് പതുക്കെ പറയാമേ, പതുക്കെ 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 ഫാമിലി മെമ്പേഴ്സ് ലൈൻ കട്ട് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഫംഗ്ഷനിൽ. എന്റെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മ പൈസ കൊടുത്തായിരുന്നു ഒന്ന്? അയ്യോ ഇല്ല ഇല്ല. അപ്പൊ എന്താ നമ്മൾ എവിടെയാ പറഞ്ഞോണ്ടിരുന്നേ? എന്റെ മുഖം ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ആണോ? ഓക്കെ. അപ്പൊ അല്ല, പക്ഷെ ഒന്നും ചെയ്തില്ലല്ലോ എന്നാ. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് കുഞ്ചു, ബാക്കി കുഞ്ചു പറ, എനിക്ക് വായ അനക്കാൻ പറ്റില്ല. ലാശം ഒഴിക്കുവാണോ? ഫാമിലി മെമ്പേഴ്സ് മാത്രം വരുന്ന ഒരു കുഞ്ഞു ഫംഗ്ഷൻ ആണ്. പക്ഷെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു 50 പേരുണ്ടാവും. അതാണ് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ എല്ലാവരും വഴിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഓരോരോ ഫംഗ്ഷൻ വിശേഷങ്ങൾ, അച്ഛന്റെ ലുക്ക്, ഇതെല്ലാം നമ്മൾ വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും. അമ്മ എപ്പോഴാ റെഡി ആവുന്നത്? ഇതാണോ? പറ്റത്തില്ല. അതല്ല, സാരി ഉടുക്കണം. ചുരിദാർ ഇപ്പൊ ഇൻട്രോയ്ക്ക് ചുരിദാർ, അത് കഴിഞ്ഞ് സാരി ഉടുക്കണം എന്നാ ഞാൻ പറഞ്ഞേ. അത് തന്നെ വൈകുന്നേരം. യെസ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് നദിയോരം റിസോർട്ട്, ആലുവയിലുള്ള നദിയോരം റിസോർട്ടിലാണ്. അവിടെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം സെറ്റ് ചെയ്യുന്ന നിൽഷ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇതിന് ഡെക്കോർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റാമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിസോർട്ടിൽ നല്ലൊരു ഏരിയ ഉണ്ട്, പൂളൊക്കെ ഉണ്ട്. നമ്മുടെ കസിൻസ് എല്ലാവരും എന്താ പൂളിൽ ചാടാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്താ ചെയ്യുന്നത് നീ? ഇന്ന് വെള്ളം കുടിച്ച ഔട്ടായ? അടിപൊളി. കാല് താഴേക്ക് ചാട് പറഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങോട്ട് ചാടണം. ഇവര് കറക്റ്റ് ചാടി, ഇവര് നീ ചാടി, നിങ്ങൾ അവിടെ ചാടി, കാല് പൊക്കി ചാടണം.
എല്ലാം ഉണ്ട്. സോ ഇതാണ് റിസോർട്ടിൻ്റെ എക്സ്റ്റീരിയർ. അത്യാവശ്യം നല്ലൊരു റൂംസ് ഉണ്ട്. 5 ബെഡ്റൂമുണ്ട്. താഴെ 3 മുകളിൽ 2, മുകളിലൊരു കോൺഫറൻസ് ഹോളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസാണ്. അതല്ലാണ്ട് ഇവിടുത്തെ ലോൺ ഏരിയ പോലെ ഉണ്ട്. സോ ഇതാണ് നദിയോരം റിസോർട്ട്. വണ്ടികൾ കാർ പാർക്കിംഗ് സ്പേസും അത്യാവശ്യം അതുമുണ്ട്. കാർ പാർക്കിംഗ് സ്പേസും എല്ലാം ഉണ്ട് ഇവിടെ. നമുക്കിനി ഡെക്കറേഷൻസ് ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ 5 മണിയായി, ഒരു 1 hourക്കുള്ളിലെല്ലാം ആകും തോന്നുന്നു. ആ സമയത്ത് നമുക്ക് നോക്കാം. 1956 ജനുവരി 1 അല്ല, ജനുവരി എന്ന് പറഞ്ഞ 1 ജനുവരി 9-ാം തീയതി രാത്രി ചുമ പറഞ്ഞു. 1/9 രാത്രി 8 മണിന്ന് ചുമ പറഞ്ഞു. 1/9 അല്ല, 9/1 അല്ല, 9/1/56 രാത്രി യാത്രയാണ് ചോദിച്ചത്. കൂടിൽ ജനിച്ച അത് അച്ഛനെ പോലും സമയം അറിയത്തില്ല. രാത്രി അതെ രാത്രി ഒലവക്കോട് അല്ലല്ല, നെന്മാറ അല്ലല്ലോ, അയിലൂര് ഗ്രാമത്തിൽ കാറ്റും മഴയൊക്കെ വീശുന്ന ആ രാത്രിയിൽ അയിലൂര് ഗ്രാമത്തിൽ വിനോദിനി അമ്മയ്ക്കും ബാലകൃഷ്ണൻ എന്നാണ് പേര്. എന്റെ മനസ്സിൽ കുമാർ എന്നാണല്ലോ, വിജയകുമാർ. പിന്നെ വിനോദിനി അമ്മയ്ക്കും ബാലകൃഷ്ണനും ജനിച്ച 4 മക്കളിൽ 3ാമത്തെ നടുക്കഷ്ണം വേണ്ട, 3ാമത്തെ സന്തതി, 3ാമൻ ഓമന കുഞ്ചുവാണ്. 3ാമനായി ജനിച്ച വിജയകുമാർ അല്ലേ? വിജയകുമാർ. അത് വിദ്യാഭ്യാസം അല്ല, അത് പറയണം. അതിനെങ്ങനെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ തുടങ്ങും? വിജയകുമാർ ജനിച്ചു. ബാല്യകാലം അയിലൂരിൽ കളിച്ചു വളർന്ന ബിരുദ എന്താ എടുത്തേക്കണ? വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എന്ത് വിദ്യാഭ്യാസം എന്ന് പറയണോ? ബിരുദത്തിൽ ബിരുദാനന്തരം. അങ്ങനല്ലേ? വെഡിങ് ആനിവേഴ്സറി അല്ലേ? നീ കാണിച്ചോ? ക്യാമറ ആരും അറിയില്ല. അത് വരും. അല്ല, നിങ്ങൾ എന്തിനാ ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ? കുളിച്ചാടാനോ? ഒരു ദിവസം ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. സദ്യയും പട്ടിണിയാണ്. 500 രൂപയും ഭക്ഷണവും 500 രൂപയില്ല, ഓൺലി ഫുഡ്. 500 രൂപ തച്ചു. ഭക്ഷണം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഓടിക്കൂടും. അതാണ് ഞാൻ എന്റെ ഇല്ലാത്ത സമയത്ത് ഞാൻ ഓടിക്കൂടും, അല്ലെങ്കിൽ ഇവർ ഓടിക്കൂടും. അപ്പോൾ എന്തിനാ വന്നിരിക്കണത് പറ. ബർത്ത്ഡേ ആരുടെ? അച്ഛന്റെ. അത് പറയാതെ ആകാശിന്റെ കല്യാണം ആകാശിന് ജന്മം നൽകിയ ആളുടെ പിറന്നാളെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. പറ്റില്ല. എല്ലാം കിട്ടും. എല്ലാം കിട്ടി. അങ്ങനെ അല്ല, നീ എന്തിനാ വന്നേക്കണേ ഇവിടെ? ഗ്രൂപ്പിലൊരു ലൊക്കേഷൻ ഇട്ടു. എല്ലാരും ഒരുങ്ങി കെട്ടി പോകുന്നു. കയ്യില്ലേ മാപ്പ് ഇനി പോയിക്കൊണ്ടിരിക്കുക. ഏത് ലൊക്കേഷൻ? എല്ലാരും റെഡി ആയിട്ട് നമ്മള് അങ്ങനെയല്ലേ? ശരി, ഇപ്പൊ ഈ ചേട്ടന്മാര് പറയുന്ന പോലെ നീ നിന്റെ അടുത്ത് ക്യാമറ വരുമ്പോ ഇങ്ങനെ അടിക്കണം, പിന്നെ നിങ്ങളുടെ അടുത്ത് വരുമ്പോ ഇങ്ങനെ അടിക്കണം, പിന്നെ നീ എന്തായാലും ഇങ്ങനെ അടിക്കണം. ശരി, ഓക്കെ, റെഡി. അവർ വരും.
അല്ല നമ്മുടെ ഇപ്പൊ ഇവള് എന്താ കരിക്കലായിട്ട് ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ആൾക്കാരെ പറഞ്ഞു. എന്ത് പറഞ്ഞു? അല്ല അവര് പറഞ്ഞു എന്തോ മുത്തശ്ശി എന്തിനാ വന്നിരിക്കുന്നത് നമ്മള്? എടുത്തോ, പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. ഞാൻ എന്നെ പറയണു, എന്തെങ്കിലും പറഞ്ഞോ. ഞാൻ ഒരുപാട് വഴി നടന്നു. എന്തിനാ വന്നേ? ഒരു ബർത്ത്ഡേക്ക്. ബർത്ത്ഡേക്ക് ആരുടെ? എൻ്റെ മരുമോൻ്റെ ബർത്ത്ഡേക്ക് വന്നേ. ആ, എല്ലാവരും വന്നിരിക്കുകയാണ്. അമ്മ മുടി സ്ട്രെയിറ്റൊക്കെ ചെയ്തത്. മുടി അതെ അതെ, എനിക്ക് ചേച്ചി ഇല്ല. ചേച്ചിയാണെന്ന് തോന്നുന്നു മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് അടിപൊളിയായിട്ട്. അതാണ് ചാരി ഇരിക്കുന്നത്. നമ്മളവിടെ പോയി വീഡിയോ എടുക്കും. അത് സുഖമല്ലേ? ഹലോ, നമസ്കാരം. ഹലോ, കല്യാണത്തിന് കണ്ടാണ്, പിന്നെ കണ്ടിട്ടില്ല. ഹായ്, നമസ്കാരം. ഹായ്. അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. അച്ഛനെ കണ്ടിട്ടില്ലെന്നോ? എടേ കണ്ണാൻ എന്തി ഇല്ല, ഞാൻ വിളിക്കാൻ പറയാം. നീ ഒന്നും അറിയല്ലേ? ഇപ്പൊ ഇത് ബാൻഡ് കെട്ടല്ലേ? അല്ല, അപ്പൊ അമ്മ ചോദിക്കണം ഇങ്ങനെ വെച്ചിട്ട് സ്ലേഡ് വെക്കണമെന്ന്. അത് ഇത് ബാൻഡ് ഇടുമ്പോ നോക്കിയ കണ്ണാടി എന്തേ? അതല്ല, ഇതേ അമ്മ ഈ കണ്ണാടി നോക്കിയൊക്കെ എങ്ങനെയുണ്ടെന്ന്, ഏതാന്ന് മതിയോ? സലിമാമ ഇവിടെ വെച്ചോ. അമ്മ ബ്യൂട്ടീഷ്യൻ. അയ്യോ, ഇപ്പഴാണ് അയ്യോ രാവിലെ കൊല്ലല്ലായിരുന്നു. ഇപ്പൊ പഴയ അമ്മ, ഞങ്ങള് പെണ്ണ് കാണാൻ വന്ന ചരക്ക് കാണാൻ വന്നപ്പോ ഉള്ള അമ്മയായി. ചരക്ക് കാണാൻ വന്നപ്പോ ശരി. ബാക്ക് കോമ്പ് കുറച്ച് ചെയ്താൽ കറക്റ്റ് ആവുമായിരിക്കും തോന്നുന്നു. ആ, അപ്പൊ ലാസ്റ്റ് അതും കൂടി ചെയ്തൊരു കണ്ണാടി നോക്കാം. മുൻവശം പൊക്കണം, അതാണ് ഹൈലൈറ്റ്. ബ്യൂട്ടീഷ്യൻ അല്ല, അമ്മ അവിടെ ഒരുങ്ങുകയാണ്. സജിമാമൻ പോയി ഡ്രസ് ഇട്. ഹലോ. അതെ, അവിടെ ഇരിക്കുന്നില്ല. അതൊക്കെ പറയാം. മൂവ്മെന്റാ? ഓ, ആ മൂവ്മെന്റാ അത്. നീ ഗ്യാപ്പാണ് ഫീൽ ചെയ്യണ്ടേ? പിന്നെ വെള്ളമില്ല. അച്ഛൻ നെറ്റി മര്യാദ കുടിച്ച് അങ്ങനെ പിടിക്കരുത്. ട്രാഫിക് ഉണ്ടായിരുന്നോ? ഇതിന് പറയാ ബ്രദേഴ്സാ. ആരുടെ? ആ ആ ആ ആ, ഇത് അച്ഛൻ്റെ ചേട്ടനും അളിയനും പിന്നെന്താ പെങ്ങളുണ്ടായിരുന്നു. അവരൊക്കെയുള്ള ഫോട്ടോ സെക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് നമുക്ക് അങ്ങനത്തെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളാണ്. ബാക്കിയുള്ളത് വഴിയെ നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. ഒരു 2 വർഷത്തിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. പക്ഷെ വീഡിയോസിലൂടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഹലോ. പക്ഷെ ആ ഒരു കേക്ക് എന്റെ ലൈഫില് സത്യം പറഞ്ഞാല് അതെ, അത് ഇടയ്ക്കിടയ്ക്ക് ചേച്ചി പറയുമ്പോഴാണ് ഓ അടിപൊളി, നല്ല കാര്യം. നമുക്ക് അല്ല, മിക്ക ആൾക്കാരും കുറെ പേര് അതിനുശേഷം ഒരുപാട് അതിന് വലിയ കേക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കേക്കിന് അതങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ആ കേക്കിന് സ്പെഷ്യൽ കേക്ക് ആയിട്ട് ഇരിക്കട്ടെ. അതെ അതെ, മിക്ക ആൾക്കാരും ഇപ്പൊ എന്നെ കാണുന്നത് സ്വാസികയുടെ കേക്ക്. ഓ, അത് ശരി. എന്തെങ്കിലും ആലിയ ഭട്ട് കേക്ക് എന്ന് പറയണ പോലെ സ്വാസിക കേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാലോ. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോട്ടയത്ത് ഒരു കേക്ക് ചെയ്തില്ലേ, അവര് അമേരിക്കൻ കപ്പിളായിരുന്നു. അപ്പൊ അവർക്ക് സ്വാസികയുടെ കേക്ക് കൊണ്ട് തന്നെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അടിപൊളി. എന്താ ചെയ്യാ? ആ, നിങ്ങൾ പരിചയമുണ്ടോ? അത് ശരിയാ. അഭിലാഷിന്റെ മേക്കപ്പ് അന്ന് കണ്ടില്ലായിരുന്നു, അവന്റെ കൂടെ വന്നതാ.
അപ്പൊ നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു? ഞങ്ങള് ഇന്നലെ രാത്രി എത്തി. ഒരു വെറൈറ്റി കേക്കുമായിട്ട് അങ്ങനെ അച്ഛന്റെ പിറന്നാളിന് വന്നിരിക്കുകയാണ്. നമ്മുടെ മാരേജിന്റെ കേക്കിന് ശേഷം വീണ്ടും നമ്മൾ കാണുന്നത് പിറന്നാൾ കേക്കുമായിട്ടാണ്. ഇനി ഇതിലും കുറെ നല്ല ഓർഡേഴ്സ് വരട്ടെ. താങ്ക് യു. ഞങ്ങളുടെ കേക്കിന്റെ സ്പെഷ്യൽ അറിയാൻ പറ്റുള്ളൂ. മുമ്പ് അതെ 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 കട്ട് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു തിരക്കില് ആ, പറ്റിയില്ല. തിരക്കില് അത് അതെ, ശരി, അതെ. അത് ശരി. പക്ഷെ ഞങ്ങളുടെ അതിനുശേഷം നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇല്ല അബിൻ, അബിന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് എന്തോ കേക്ക് കൊടുക്കുക. അപ്പൊ അബിൻ എന്റെ അടുത്ത് പറഞ്ഞു നല്ല കേക്ക് ആയിരുന്നു. ആ ടെസ്സ, ശരിയാ ശരിയാ, ടെസ്സ അപ്പൊ തന്നെ അത് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ടെസ്സ ഓർഡർ ചെയ്തു. ആ കറക്റ്റ്. അപ്പൊ അബിനെ ഈ അടുത്തും കൂടി കണ്ടപ്പോ പറഞ്ഞു നല്ല കേക്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് സമാധാനത്തോടുകൂടി കഴിക്കാം. യെസ്, അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസം അല്ലെങ്കിൽ ഒരുപാട് മാസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അച്ഛൻ്റെ 70ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. കുറേ പ്രിപ്പറേഷൻസ് എന്നല്ല, എന്നാലും ഒരു വർഷത്തെ പ്രിപ്പറേഷനാണ്. പക്ഷേ ഒരു വർഷത്തെ ഒരു പ്രിപ്പറേഷനാണ്. അതിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടം നമ്മളങ്ങനെ എന്താ ഗ്രാൻഡ് ആക്കണം അങ്ങനെ പ്ലാനൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തിക്കണമെന്നുള്ളത്, അതിനൊരു നല്ല വെന്യൂ, അതിനൊരു നല്ല ഡെക്കോർ, അങ്ങനെ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വരാൻ സാധിച്ചു. നമ്മൾ വിളിച്ച നമ്മുടെ ഫാമിലി മെമ്പേഴ്സും വന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അതായത് അച്ഛൻ കുറേ വർഷമായിട്ട് ഗൾഫിലായതുകൊണ്ട് ഇതുവരെ അച്ഛൻ്റെ ഒരു ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യവും അച്ഛൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അച്ഛൻ നാട്ടിലുണ്ടാവില്ല. പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ബർത്ത്ഡേസ് ഒക്കെ വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് വർഷം എനിക്കൊരു വളരെ പേഴ്സണലി എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം ഉണ്ടായി. അച്ഛൻ്റെ ബർത്ത്ഡേ ഞാൻ മറന്നുപോയി. ഭയങ്കര ഹേർട്ടായി. അതായത് നമ്മൾ ഒരു ഡിന്നർ കഴിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ വിളിച്ച് പറഞ്ഞത് ബർത്ത്ഡേ മറന്നു പോയല്ലോ എന്ന് പറഞ്ഞത്. അത് ഭയങ്കര ഹേർട്ടായി. അപ്പോൾ അതാ പറയുക, ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ അത് അന്ന് പറഞ്ഞതാണ് അടുത്ത വർഷം ബർത്ത്ഡേ 70th ബർത്ത്ഡേ ആണ്, അടിച്ചു പൊളിക്കണം, ആഘോഷമാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. അങ്ങനെ നമ്മൾ ആ 70th ബർത്ത്ഡേ ആഘോഷമാക്കാൻ പോവാണ്. അച്ഛൻ ഹാപ്പിയാണ്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ റെഡി ആയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫങ്ഷൻസ് ഒക്കെ തുടങ്ങാൻ പോവാണ്. കേക്കും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. അപ്പം നമുക്ക് ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞങ്ങൾ വീഡിയോസിലൂടെ കാണിക്കാം. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന വിജയൻ ചേട്ടന് എല്ലാവിധ ആശംസകളും നേർന്ന് എല്ലാവരും ഉറക്കെ ഒന്ന് കൈയടിച്ചേ.